കണ്ണൂർ ചെറുപുഴയിൽ പ്രളയമുഖത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ സ്വന്തം ജീവൻ നൽകിയ ആർ രാജേഷ് നമുക്കൊരു നോവായി വേദനയായി മാറിയതാണ്. ആ രാജേഷിനോടും ഈ വി ഡി സതീശൻ സർക്കാർ നടത്തിയ അനാദരവ്. രാജേഷിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിച്ചത് തികഞ്ഞ അനാസ്ഥയോടെയാണ്. എംബാം ചെയ്യാതെയാണ് മൃതദേഹം തൃശ്ശൂർ ചാവക്കാട് വരെ എത്തിച്ചത്. ഫ്രീസർ സംവിധാനം പോലുമില്ലാത്ത ആംബുലൻസിൽ. ക്രൂരമായ അനാസ്ഥ, ക്രൂരമായ അനാദരവ് ആ മൃതദേഹത്തോട് കാട്ടുന്നു. ജീവൻ നൽകിയവനോടോ, ജീവൻ നൽകി ഈ നാടിനെ രക്ഷിക്കാൻ ശ്രമിച്ചവനോടോ ഇത്തരത്തിൽ സർക്കാരിൻ്റെ അനാസ്ഥ. എംബാം ചെയ്യാതെ മൃതദേഹം ചാവക്കാട് വരെ കൊണ്ടുവരുന്നു എന്നതിൻ്റെ അർത്ഥം അത് ജീർണിക്കുന്ന അവസ്ഥയിലേക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ബന്ധുക്കൾ കാണുന്നതിന് മുമ്പ്, വീട്ടിലെത്തിക്കുന്നതിന് മുമ്പ് ഫ്രീസർ പോലുമില്ലാത്ത ആംബുലൻസിൽ ആ രാജേഷ് എന്ന മനുഷ്യൻ്റെ മൃതദേഹം കൊണ്ടുവന്നു എന്നതിൻ്റെ അർത്ഥം അതിനോട് കാണിക്കുന്ന പൂർണ്ണമായ അനാദരവാണ്. ആ കുടുംബത്തിൻ്റെ മുമ്പിൽ അവസാനമായ ഒരു നോക്ക് കാണാനായി ആ മൃതദേഹം എത്തിക്കുമ്പോൾ ആ മൃതദേഹം അതിൻ്റെ സ്വാഭാവിക അവസ്ഥ വിടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളം എന്ന നാടിനാകെയും. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, എന്തൊരു അനാസ്ഥയാണ്, എന്തൊരു അനാദരവാണ് ഈ സർക്കാർ രാജേഷിനോട് കാണിച്ചത്? അജിംഷാദ്, വലിയ അനാസ്ഥ തന്നെ നടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കറിയാം, കേരളം ഒന്നടങ്കം ഇന്നലെ ഉറ്റുനോക്കിയത് ആർ രാജേഷിൻ്റെ ആ പ്രവൃത്തിയെയാണ്. സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ട് മറ്റൊരു മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിച്ച നടപടി അത് കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരുന്നു. കേരളത്തിലെ എല്ലാ ജനങ്ങളും ആ കുടുംബത്തിനൊപ്പവും മരണപ്പെട്ട രാജേഷിനൊപ്പവും നിന്നതാണ്. എന്നാൽ ഈ സംഭവത്തിൽ രാജേഷിൻ്റെ മൃതദേഹം ഇത്തരത്തിൽ ഈ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിക്കുമ്പോൾ അവിടെ വലിയ അനാസ്ഥ സംഭവിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എംബാമിംഗ് ചെയ്യാതെയാണ് ഈ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചത്. മൃതദേഹം തൃശ്ശൂർ ചാവക്കാട് വരെ എത്തിച്ചത്, അതായത് ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് മൃതദേഹം കൊണ്ടുവന്നത്. അത് തൃശ്ശൂർ ചാവക്കാട് വരെ എത്തിച്ചത് ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിലാണ്. പിന്നീട് ഈ ആംബുലൻസ് ചാവക്കാട് എത്തി നിർത്തിയതിന് ശേഷം ഈ ആംബുലൻസിലെ ഡ്രൈവർമാർ തന്നെയാണ് ഇത്തരത്തിൽ മൃതദേഹം കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് തോന്നിക്കൊണ്ട് അവിടെയുള്ള മറ്റ് ആളുകളുമായി അന്വേഷിച്ചുകൊണ്ട് ഫ്രീസറുള്ള ഒരു ആംബുലൻസ് ഏർപ്പാടാക്കിയത്. അതിനുശേഷം ആ ആംബുലൻസിലേക്ക്, ഫ്രീസറുള്ള ആംബുലൻസിലേക്ക് രാജേഷിൻ്റെ മൃതദേഹം മാറ്റിക്കൊണ്ടാണ് പിന്നീട് തിരികെ ഈ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അതുവരെ, അതായത് ഈ പരിയാരം മെഡിക്കൽ കോളേജ് മുതൽ തൃശ്ശൂർ ചാവക്കാട് വരെ ഈ മൃതദേഹം കൊണ്ടുവന്നത് ഫ്രീസർ ഇല്ലാതെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ പുഴയിൽ വീണുള്ള മരണമായതുകൊണ്ട് തന്നെ ശരീരം പെട്ടെന്ന് തന്നെ ജീർണിക്കാനും അഴുകാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരം കേസുകളിൽ സ്വാഭാവികമായും ചെയ്യുന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ള നടപടിയാണ് ഈ എംബാമിംഗ് എന്ന് പറയുന്നത്. രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശരീരം ജീർണിക്കാതെ, പഴുകാതെ ഏറെ നേരം നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് അത് ഈ മൃതദേഹത്തിനോട് നൽകുന്ന ആദരവ് കൂടിയാണ്. അതോടൊപ്പം തന്നെ ഒരു പൊതു സംസ്കാരത്തിലേക്ക് മൃതദേഹം എത്തിക്കേണ്ട രീതി കൂടിയാണ് ഈ പറഞ്ഞ എംബാമിംഗ്. കേവലമായ സാമൂഹികമായ വശമല്ല, നിയമപരമായി പോലും ഒരു മൃതദേഹത്തോട് കാട്ടുന്ന അനാദരവ് കുറ്റകരമാണ്.